ഓൺലൈൻ ബിസിനസ്സുകൾ വിജയിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒന്നാമതായിട്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കണം. അതായത് ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ള ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ. ഏത് അവസരത്തിലാണോ നമ്മുടെ ആ ബിസിനസ് ഐഡിയനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ആ അവസരത്തില് അത് എടുത്ത് പ്രയോഗിച്ച് ആ ബിസിനസ് നമ്മൾ വിജയിപ്പിക്കുക. രണ്ടാമതായിട്ട് ഇപ്പം മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഇല്ലാത്ത എന്നാൽ ഡിമാൻഡ് ഉള്ള ഒരു നിഷ് തിരഞ്ഞെടുക്കണം. ഇപ്പൊ ഒരുപാട് പേര് ഓൺലൈനിൽ ചെയ്യുന്ന ബിസിനസ്സുകളാണ് ഓർണമെന്റ്സിന്റെ ബിസിനസ്, സാരി ബിസിനസ്, കുർത്ത ബിസിനസ്, ചുരിദാർ ബിസിനസ്, ഇതൊക്കെ. അപ്പൊ ഇനിയും ഒരാൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഈ ഐഡിയാസിനെ ഒഴിവാക്കിയിട്ട് മറ്റെന്തെങ്കിലും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള എന്നാൽ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പം ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെല് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ആ പ്രോഡക്റ്റ് വിൽക്കുന്ന ആളിന് കസ്റ്റമേഴ്സിനുള്ള ഒരു വിശ്വാസവും പിന്നെ ആ പ്രോഡക്റ്റ് കൊണ്ട് കസ്റ്റമർക്ക് കിട്ടുന്ന സർവീസുമാണ് നമ്മൾ സെല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൊഡക്റ്റിനെ വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്കിനും അത് ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് അതിൽ നിന്ന് കിട്ടുക എന്നുള്ളത് വ്യക്തമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.